ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു മീൻ കറിയുടെ വീഡിയോ ആയിട്ടാണ്. ഇതിനായിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പോഴത്തേക്കും ഒരു 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുടെ ഫുള്ളായിട്ടുള്ള ഒരു കുടപ്പനയിൽ നിന്ന് 1/4 ഭാഗം വെളുത്തുള്ളി, അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ അളവിൽ പൊടിക്കാത്ത കുരുമുളക്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് ഉലുവ. ഇനി നമ്മുടെ കറിയിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള മുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. ഞാനിതിലേക്ക് 2 തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗം വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. തക്കാളി ചേർത്തിട്ട് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അടിച്ചും കൂടി എടുക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അരച്ചെടുത്തിരിക്കുന്ന ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് കൂടി ചേർത്തിരിക്കുന്നത്. ഈ ഒരു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിലേക്ക് വാളംപുളിയോ കുടംപുളിയോ ഏതാ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പുളി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവേ. ഞാൻ 1/2 കിലോ അയല മീനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 8-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ കറി റെഡിയാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ചട്ടി ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കണേ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടൊക്കെ മാറുമ്പോഴത്തേക്കും ഇതൊന്നും കൂടി ഒരു തിക്കായിട്ടുള്ള മീൻകറി ആയിട്ട് കിട്ടുവേ. നമ്മുടെ ഈ മീൻകറിക്ക് സൈഡായിട്ട് ഞാൻ കപ്പ താളിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുരുമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചതച്ചും കൂടി എടുക്കാം. കപ്പ ഞാൻ നേരത്തെ തന്നെ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കപ്പ ഒത്തിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിരുന്നതാണ്. അത് വെള്ളം വാരുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊട്ടയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി കടായിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ 1/2 ടീസ്പൂണ് കടുകും 1 ടീസ്പൂണ് പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകിൻ്റെ ഉള്ളിയുടെയും കൂടി മിക്സ് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂത്ത് കിട്ടുവേ. നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 1.5 കിലോ കപ്പയുണ്ട് കേട്ടോ ഇത്. കപ്പ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കപ്പ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പം നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.